Hey friends, welcome to Build from Zero. ഇത് നമ്മുടെ 13th വീഡിയോ ആണ് ഇൻ അവർ ഗോലാങ് ട്യൂട്ടോറിയൽ സീരീസ്. ഈ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോലാങ്ങിന്റെ ചാനൽസിനെ പറ്റിയാണ്. എങ്ങനെയാണ് ചാനൽസ് വർക്ക് ചെയ്യുന്നത്, അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഗോ റൂട്ടീൻസ്. സോ ലെറ്റ്സ് ഡയറക്ട്ലി ജംപ് ടു ദ ഡെമോ സെഷൻ. ഞാനപ്പോൾ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ് ചാനൽസിന് വേണ്ടിയിട്ട്. സോ ഓപ്പൺ യുവർ ടെർമിനൽ ആൻഡ് ദെൻ മേക്ക് ഡയറക്ടറി ചാനൽസ്. Then go to that directory and open it in VS Code. ഓക്കെ, നമുക്കിപ്പോൾ ഒരു VS Codeൻ്റെ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ഡൗട്ടായിട്ട് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് പുതിയൊരു ഗോ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. കുറച്ച് ബേസിക് ഡൗട്ട്സ് ചോദിച്ചായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒന്നും കൂടി പറയുകയാണ്. സോ ദിസ് ഇസ് അവർ ന്യൂ ഫോൾഡർ. ഇറ്റ്സ് ബേസിക്കലി ആൻ എംപ്റ്റി ഫോൾഡർ. ഇവിടെ നമുക്കൊരു പുതിയൊരു ഗോ ഫയൽ ക്രിയേറ്റ് ചെയ്യണതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെർമിനലിൽ നമ്മൾ ഗോ മോഡ് ഇനിറ്റ് ദെൻ ആ ഒരു പ്രോജക്റ്റിൻ്റെ നെയിം കൊടുക്കാം. നോർമലി നമ്മൾ ഗിറ്റ് ഹബിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്, പക്ഷെ ഞാനിവിടെ ജസ്റ്റ് ഒരു ഗോ ചാനൽസ് എന്നുള്ള നെയിം തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ എൻ്റർ. നൗ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഗോ ഡോട്ട് മോഡ്. ഇതാണ് ഗോയുടെ ആ ഒരു മൊഡ്യൂളിനെ കീപ്പ് ചെയ്യണ ഫയൽ. അതിൽ ഗോയുടെ വെർഷനും ദെൻ മൊഡ്യൂൾ നെയിം ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ഫയൽ. ഇനി നമുക്ക് ഗോയുടെ കോഡ് എഴുതുന്നത് ഒരു പുതിയ ഫയലിലായിരിക്കും. അതിന് നമ്മൾ മെയിൻ ഡോട്ട് ഗോ എന്ന് പേര് കൊടുക്കും. മെയിൻ ഡോട്ട് ഗോ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോ നമുക്ക് പാക്കേജിൻ്റെ പേര് കൊടുക്കണം. ഇത് മെയിൻ പാക്കേജ് ആണ്. സോ പാക്കേജ് ഡോട്ട് നെയിം. ദെൻ ലെറ്റ്സ് ക്രിയേറ്റ് എ സിമ്പിൾ മെയിൻ ഫംഗ്ഷൻ. func space ഓക്കെ, ഒരു മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇത് നമുക്കതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് വർക്കിംഗ്. ഓക്കെ, ഞാനിതിൻ്റെ ലിൻഡിങ് ടൂൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ടാണ് പ്രിന്റ് FMT പ്രിന്റ് എല്ലാം കൊടുത്തപ്പോൾ തന്നെ നമുക്ക് FMT പാക്കേജ് ഇവിടെ ഇമ്പോർട്ടായി വന്നിരിക്കുന്നത്. ഓക്കെ, then let's print something to the terminal. Okay, so let's save the file and run it using go run main.go. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. നമുക്കിവിടെ കാണാൻ പറ്റി ഗോ ചാനൽസ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി ഈ ഒരു ഡെമോയിൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ചാനൽസ് യൂസ് ചെയ്യുന്നുള്ളതാണ്. ചാനൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി മൾട്ടിപ്പിൾ ഗോ റൂട്ടീൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബാക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കമ്പയർ ചെയ്യുമ്പോൾ C++, C#, ഈ ലാംഗ്വേജസ് എല്ലാം ഇൻക്ലൂഡിങ് പൈത്തൺ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ടെക്നിക്കിൽ ഇതൊരു പുതിയൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാനിത് 1-2 വീഡിയോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഒരു വീഡിയോയിൽ തന്നെ മൊത്തം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ബേസിക് വർക്കിംഗ് മാത്രമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ വെയിറ്റ് ഗ്രൂപ്പ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അറിയാൻ പാടില്ലാത്തൊരു ആ വീഡിയോ ഒന്നും കൂടി കാണാം. ഓക്കെ, സോ ഞാനിവിടെ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു വെയിറ്റ് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അതർവൈസ് നമുക്കൊരു എന്താ പറയുക, ചാനലിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ചാനലിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത്, കീവേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ചാനലിൻ്റെ നെയിം കൊടുക്കുക. ദെൻ മേക്ക് എന്ന് പറഞ്ഞൊരു പുതിയൊരു കീവേഡ് യൂസ് ചെയ്യും. ദെൻ ടൈപ്പ് വിൽ ബി ചാനൽ. സോ അത് കൊടുക്കുക. ദെൻ അത് എന്ത് ടൈപ്പ് മെസ്സേജാണ് നമ്മൾ ചാനലിലേക്കൂടെ പാസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ സ്ട്രിങ് ആണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ സ്ട്രിങ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ നമുക്കിവിടെ ഒരു പുതിയ ഡാറ്റ ടൈപ്പ് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഈ സീരീസിൽ ഞാൻ ഇതുവരെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റിജർ കണ്ടു, മാപ്പ് കണ്ടു, സ്ലൈസസ് കണ്ടു, സ്ട്രിങ്സ് കണ്ടു, ഇങ്ങനെ എല്ലാം കണ്ടു. അതേപോലെ തന്നെ ഒരു പുതിയൊരു അഡീഷണൽ ഡാറ്റ ടൈപ്പാണ് ചാനൽ എന്ന് പറയുന്നത് ഗോയിൽ. ഇതൊരു പുതിയൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് കീപ് ഇറ്റ് സിമ്പിൾ. അതൊരു ജസ്റ്റ് ഒരു ഡാറ്റ ടൈപ്പാണ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മളൊരു ഡാറ്റ ടൈപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്ക് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യണം. മേക്ക് ചാനൽ and we have to give the type of that channel. So here I'm giving string, that's all. So നമുക്കിവിടെ CH എന്ന് പറഞ്ഞൊരു പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദാറ്റ്സ് ഓഫ് ദ ടൈപ്പ് ചാനൽ. ഓക്കെ, നൗ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു
function create a go function create a. So let's create a just create a function like this. ഞാൻ ഇൻലൈൻ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സെപ്പറേറ്റ് വേറൊരു മെയിൻ്റെ ഔട്ട്സൈഡിലല്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ നെയിമൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് അല്ല, ഇതിന് ഞാൻ പബ്ലിഷർ ചാനൽ എന്നാണ് വിളിക്കുന്നത്, പബ് ചാനൽ. ഓക്കെ, ദെൻ നമുക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം, ബിക്കോസ് ഇതൊരു ഇൻലൈൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ തന്നെ ഇൻവോക്ക് ചെയ്യുന്നതിനാണ് ഞാനിവിടെ ഈ പാരാന്തസിസ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നേരത്തെ ഉപയോഗിച്ച സെയിം കമാൻഡ്. ഓക്കെ, ഇത് ഞാൻ അൺയൂസ്ഡ് ആയതുകൊണ്ട് കമ്പൈൽ ആവില്ല. ഓക്കെ, ലെറ്റ്സ് റൺ ഇറ്റ് അഗൈൻ. ഓക്കെ, നമുക്കിവിടെ മനസ്സിലായി, ഇത് കാണാൻ പറ്റി, hello from pub channel. That means our inline function is working. I'm just gonna make some changes over here. From function നോക്കാം. ഓക്കെ, then ഞാനിതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ പേര് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഓക്കെ, സോ വാട്ട് ഐ ആം ഗോണ ഡു ഈസ്, ഇവിടെ നമുക്ക് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, ഇൻലൈൻ ഫങ്ഷൻസ് ഉണ്ട്. അതായത് എനിക്ക് ഇത് രണ്ടും ഇപ്പം നോർമൽ ഫങ്ഷൻസ് ആണ്. ഈ നോർമൽ ഫങ്ഷൻസ് ചെയ്യുന്നത് എനിക്ക് ഡാറ്റ പാസ് ചെയ്യണം. അപ്പം നമുക്ക് അതിന് മുമ്പായിട്ട് വർക്ക് ചെയ്യണമെന്ന് എൻഷുർ ചെയ്യാം. സോ ജസ്റ്റ് റൺ ഇറ്റ് അഗെയിൻ, go run main.go. ഓക്കെ, സോ as you can see നമുക്ക് രണ്ട് മെസ്സേജ് പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്, hello from pub function and also hello from sub function, pub for publisher and sub for subscriber. ഓക്കെ, അത്രേ ഉള്ളൂ. ദെൻ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനെ ഗോ റൂട്ടീൻ ആക്കാൻ പോകണം. നമ്മൾ ഇതിന് മുമ്പത്തെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഗോ റൂട്ടീൻ ആക്കാനായിട്ട് വി ജസ്റ്റ് ഹാവ് ടു ആഡ് ഗോ ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, സോ ഐ എം ഗോണ മേക്ക് ബോത്ത് ഓഫ് ദീസ് ഫംഗ്ഷൻ ആസ് ഗോ റൂട്ടീൻസ്. നൗ ഐ എം ഗോണ റൺ ഇറ്റ് അഗെയിൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോ ചാനൽ, ഗോലാങ് ചാനൽസ് എന്ന് പറഞ്ഞ ആ ഒരു ടെക്സ്റ്റ് മാത്രമാണ് പ്രിന്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് വി ഡിസ്കസ് ഇൻ ദ പ്രീവിയസ് വീഡിയോ, ഇത് നമ്മൾ ഗോ റൊട്ടീൻസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഗോ റൊട്ടീൻസ് എന്താ പറയുക, ലൈക്ക് ഇത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവാൻ വെയിറ്റ് ചെയ്തിരിക്കില്ല, അപ്പോൾ തന്നെ ഒരു പുതിയ ത്രെഡ് അല്ലെങ്കിൽ ഒരു മൈക്രോ ത്രെഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മെയിൻ പ്രോഗ്രാം ഇതിനെ ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ എൻഡ് ചെയ്തു. ഇതിനെ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് ഒന്നും കൊടുത്തില്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു ലൈൻ മാത്രം പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ടൈം ഡോട്ട് ഡിലേ ഒരു 10 സെക്കൻഡ്സ് കൊടുക്കായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 1 സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ കാണാൻ പറ്റും. ഓക്കെ, സോ അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. യു ക്യാൻ ചെക്ക് ദ പ്രീവിയസ് വീഡിയോ ഫോർ ദാറ്റ്. ഓക്കെ, ദെൻ നമുക്കിനി ഒരു ചാനൽ ഡിഫൈൻ ചെയ്യണം, ആൻഡ് അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് ഓക്കെ, സോ ഐ എം റീഡിഫൈനിങ് ദ ചാനൽ. അത് കഴിഞ്ഞിട്ട് ചാനലിന് വർക്കിംഗ് എന്നു വെച്ചാൽ ഇതൊരു എന്താ പറയുക, ഒരു പൈപ്പ് പോലെ ആയിരിക്കും ആക്ട് ചെയ്യാൻ പോണത്. നമുക്ക് ആ പൈപ്പിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യാനും പറ്റും, പൈപ്പിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉള്ള അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം പൈപ്പിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പ്രത്യേക നൊട്ടേഷൻ യൂസ് ചെയ്യും. ഇറ്റ്സ് ഗോണ ബി ലൈക്ക് ദിസ്. like something like this. ഹലോ, ഓക്കെ, ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ചാനൽ. നമ്മൾ ചാനൽ ഡിഫൈൻ ചെയ്ത വേരിയബിൾ, ദെൻ അതിലോട്ട് നമ്മൾ ഒരു സ്ട്രിങ് ഡാറ്റ സെൻഡ് ചെയ്യാണ്. അതിന് നമ്മൾ ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യണം, ഒരു ലെഫ്റ്റ് ആരോ മാർക്ക്. ഒന്നുകൂടി മനസ്സിലാക്കാം, നമ്മളെപ്പോഴും ചാനൽ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യണം. ഇത് മുകളിൽ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ്. ദെൻ നമുക്ക് സ്ട്രിങ് ഡാറ്റ മാത്രം ഇതിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അതിലോട്ട് വേറെ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ എററായിട്ട് കാണിക്കും. ഓക്കെ, ദെൻ എപ്പോഴും ചാനലിലോട്ട് ഇൻപുട്ട് ടു ചാനൽ, അതുകൊണ്ടാണ് ഈ ആരോ മാർക്ക് ചാനലിലോട്ട് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അതിനർത്ഥം ചാനലിലോട്ട് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഡാറ്റ ചാനലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ നമ്മൾ ചാനലിലോട്ടായിരുന്നു ആ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ കണ്ടോ, ചാനലിൽ നിന്ന് പുറത്തേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ചാനലിൽ നിന്ന് ഔട്ട് ബൗണ്ട് ആയിട്ടാണ് ഡാറ്റ ഫ്ലോ ചെയ്യുന്നത്. സോ ഇത്ര ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം.
Alright, so ഞാനിവിടെ ഒരു ചാനൽ വി ക്യാൻ യൂസ് ദ സെയിം. ഞാൻ ഇത് തന്നെ ചാനലിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ഞാനൊരു ഫസ്റ്റ് കോറോട്ടീൻ്റെ ഉള്ളിലോട്ടാണ് കൊടുക്കുന്നത്. ദെൻ ചാനലിൽ നിന്നുള്ള ഡാറ്റ പ്രിന്റ് ചെയ്യാനുള്ളത് സെക്കൻഡ് കോറോട്ടീനിലാണ് കൊടുക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, ഇനി പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വെയിറ്റ് ചെയ്തിരിക്കില്ല, അപ്പോൾ തന്നെ ഫിനിഷ് ആകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ഗ്രൂപ്പിനെ യൂസ് ചെയ്യും. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വെയിറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഞാൻ വെയിറ്റ് ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് വെയിറ്റ് ഗ്രൂപ്പ് സിംഗിളാണ് വെയിറ്റ് ഗ്രൂപ്പ് ഇരിക്കുന്നത്. അപ്പോൾ സിങ്ക് പാക്കേജിൽ നിന്ന് സിങ്ക് ഡോട്ട് വെയിറ്റ് ഗ്രൂപ്പ്. നമുക്ക് സിമ്പിൾ വെയിറ്റ് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാം. ദെൻ വെയിറ്റ് ഗ്രൂപ്പിനെ വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ഗ്രൂപ്പ് ഡോട്ട് വെയിറ്റ്. സോ ഇത് വെയിറ്റ് ചെയ്യും, പക്ഷെ ഇത് അൺലിമിറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും, ബിക്കോസ് നമ്മളിവിടെ വെയിറ്റ് ആഡ് കൊടുത്തിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ഗ്രൂപ്പ് ഡോട്ട് ആഡ് 1 കോളയാണ് 1, അതായത് നമ്മൾ ഒരു പ്രാവശ്യം വെയിറ്റ് ചെയ്താൽ മതി എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഗ്രൂപ്പിലോട്ട് ഞാൻ 1 ആണ് കൊടുക്കുന്നത്. മൾട്ടിപ്പിൾ കോറോട്ടീൻസ് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ ലോജിക്സ് ഉണ്ടെങ്കിൽ നമുക്കത് 1 2 3 കൊടുക്കാം, എന്തായാലും പ്രശ്നമില്ല. പക്ഷേ ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് 1 ആണ് കൊടുക്കുന്നത്. ദെൻ ലെറ്റ്സ് റൺ ഇറ്റ് അഗൈൻ. ഇതിപ്പോൾ എററായിട്ട് കാട്ടും, കാരണം എന്ന് വെച്ചാൽ ഡെഡ് ലോക്ക് ആയിട്ട് ഉള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. കാരണം നമ്മൾ വെയിറ്റ് ഗ്രൂപ്പിലോട്ട് ഇത് കൊടുത്തു, പക്ഷെ അതിനെ എവിടെയും ഡൺ ആക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഡൺ ആക്കണം. സോ ഫ്ലോ വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ നമ്മളൊരു പുതിയ ചാനലിനെ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ചാനലിനെ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു വെയിറ്റ് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തു, ദെൻ വെയിറ്റ് ഗ്രൂപ്പിലോട്ട് 1 എന്ന് പറഞ്ഞൊരു കൗണ്ട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് അത് അവസാനിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ അത് വെയിറ്റ് ഗ്രൂപ്പ് ഡോട്ട് ഡൺ കോൾ ചെയ്യണം. Now let's run it again. That's it. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹെലോ ഫംഗ്ഷൻ. ദെൻ ഈ ഹെലോ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ആക്ച്വലി വന്നിരിക്കുന്നത്? അത് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിലോട്ട് പാസ് ചെയ്ത ഡാറ്റയാണ്. ഞാൻ ഒന്നുകൂടി അതിൻ്റെ ഡാറ്റ ഒന്ന് ചേഞ്ച് ചെയ്യാം. സോ ലെറ്റ്സ് മേക്ക് ഷുവർ ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ ചാനൽ. 1 2 3. So let's see once again. As you can see here, നമുക്കിവിടെ ചാനലിൽ നിന്ന് വന്ന ഡാറ്റ 1 2 3 ആണെന്ന് കാണാൻ പറ്റി. Make sure that then I will just add some indication over here. Right. Let's run it again. As you can see, നമുക്കിവിടെ മെസ്സേജ് ഇപ്പോൾ ചാനലിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് 100% ഷുവർ ആണ്, കാരണം ഈ ഡാറ്റ വന്നിരിക്കുന്നതിൻ്റെ മെസ്സേജ് നോക്കിയാൽ മതി. മെസ്സേജ് ഫ്രം ചാനൽ. ദെൻ ഇതാണോ ഡാറ്റ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടു ലെഫ്റ്റ് സൈഡിലോട്ടാണ്, അതായത് ഈ ആരോ മാർക്ക് ചാനലിൽ നിന്ന് പുറത്തേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം നമ്മൾ ഇതിൽ നിന്ന് ഔട്ട് ബൗണ്ട് ആയിട്ടാണ് ആ ഡാറ്റ എടുക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഡാറ്റ ഇൻപുട്ട് ചെയ്തേക്കാണ് ചാനലിലോട്ട്, അതുകൊണ്ട് ചാനലിലോട്ടാണ് അതിൻ്റെ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത്. ഇതാണ് ചാനലിൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ദിസ് ഈസ് ജസ്റ്റ് എ എക്സാമ്പിൾ. സോ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റും. ഐ മീൻ ലൈക്ക് ഈ ഒരു ഫംഗ്ഷൻ ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് വേറൊരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, ദെൻ ഇതിനൊരു നെയിം കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഈ ചാനലിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ സെയിം മെത്തേഡ് ഒന്നും കൂടി ചെയ്ത് നോക്കാം, കാരണം നമ്മുടെ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can always ask in the comment section. Then that's all about this video. In the next video we're going to discuss about more complicated channels, for example loops and select statement, stuff like that. Guys, if you like this video or learn something new, please consider subscribing to the channel and share it with your friends. See you in the next video.